മുനമ്പം സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന മുഖ്യമന്ത്രിയുടെ ആവശ്യം സമരസമിതി തള്ളി. ജുഡീഷ്യൽ കമ്മീഷൻ ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകി പരിഹാരം ഉണ്ടാക്കണമെന്ന് സമരസമിതി ആവശ്യപ്പെട്ടു. എന്നാൽ 3 മാസത്തിനകം ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. മുനമ്പം ഭൂമി വഖഫ് പട്ടികയിൽ നിന്നും ഒഴിവാക്കും വരെ സമരം തുടരുമെന്ന് സമരസമിതി അറിയിച്ചു. സമരസമിതി പ്രതിനിധികളുമായുള്ള മുഖ്യമന്ത്രിയുടെ ചർച്ച പൂർത്തിയായി. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, നമുക്കറിയാം മുനമ്പം എന്ന് പറയുന്നത് ചെറിയൊരു വിഷയമല്ല. കാരണം കിടപ്പാടമടക്കം നഷ്ടപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന ഒരു ജനതയാണ് അവിടെ ഉള്ളത്. എന്നാൽ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിന് പകരം സമരത്തിൽ നിന്ന് പിന്മാറണം എന്ന് പറയാൻ വേണ്ടി മാത്രമാണോ മുഖ്യമന്ത്രി ഇത്തരമൊരു യോഗം വിളിച്ചു ചേർത്തത്? ദേവിക, ഏതു വിധേനയും ഈ സമരം അവസാനിപ്പിക്കുക എന്നത് മുഖ്യമന്ത്രിയുടെ ഒരു പ്രധാന അജണ്ടയായിരുന്നു. നമുക്കറിയാം, ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസവും ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ശ്രമം ഉണ്ടായിരുന്നു. അന്ന് കൊച്ചിയിലെത്തിയ മുഖ്യമന്ത്രി ഇവിടെ സമരസമിതിയുമായി കൂടിക്കാഴ്ച നടത്തി സമരം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴും സമരസമിതി സമാനമായ നിലപാടാണ് എടുത്തിരുന്നത്. ഇന്നലെ ഉന്നതതല യോഗം കഴിഞ്ഞതിന് ശേഷം ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചതിലടക്കം വലിയ അതൃപ്തി സമരസമിതി അറിയിച്ചിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്ന് സമരസമിതിയുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയത്. ഓൺലൈനായി ആയിരുന്നു ചർച്ചയിൽ ഏറ്റവും പ്രധാനമായും സമരസമിതി മുന്നോട്ട് വെച്ച ആവശ്യം എത്രയും വേഗം ജുഡീഷ്യൽ എൻക്വയറി പൂർത്തിയാക്കുക. ജുഡീഷ്യൽ എൻക്വയറിയിൽ ഏറ്റവും പ്രധാനമായും അവർ പരിശോധിക്കേണ്ടത് വഖഫ് പട്ടികയിൽ നിന്നും മുനമ്പത്തെ ഈ ഭൂമി, അതായത് 1950 മുതൽ അവിടെ താമസിക്കുന്ന ജനങ്ങളുണ്ട്. അവർ ഇവിടെ കരമടച്ചും മറ്റ് എല്ലാവിധ അവകാശങ്ങളോടും കൂടി അവരുടെ ഒരു ജീവിത അധ്വാനത്തിന്റെ മുഴുവൻ ഫലവും വിനിയോഗിച്ച് നേടിയ കിടപ്പാടം, അത് മുനമ്പത്തെ ആ ജനതയുടെ വഖഫ് പട്ടികയിൽ നിന്നും ആ ഭൂമി ഒഴിവാക്കി കിട്ടണം എന്നതാണ്. അത് എങ്ങനെ ഒഴിവാക്കാം എന്നതാവണം ജുഡീഷ്യൽ എൻക്വയറി പരിശോധിക്കുന്നത്. അതിന് കാലതാമസം ഉണ്ടാവരുതെന്നതാണ് മുന്നോട്ട് വെച്ചത്. അത് ഡിസംബർ 25-ന് മുമ്പ്, അതായത് ക്രിസ്മസിന് മുമ്പ് ഇതിലൊരു തീരുമാനമായി അതിൽ എല്ലാവിധ റവന്യൂ അധികാരങ്ങളും പുനഃസ്ഥാപിച്ചുകൊണ്ട് പൂർണ്ണമായ ഒരു ശാശ്വത പരിഹാരം ഇതിൽ ഉണ്ടായാൽ അതൊരു ക്രിസ്മസ് സമ്മാനം കൂടിയാകുമെന്ന് സമരസമിതി അറിയിച്ചു. എന്നാൽ 3 മാസത്തെ കാലതാമസമാണ് ഇതിന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. അത് സംബന്ധിച്ചും സമരസമിതിക്ക് അതൃപ്തി നിലനിൽക്കുന്നു. അതിനോടൊപ്പമാണ് സമരം അവസാനിപ്പിക്കണം, നിങ്ങളുടെ ഭാഗങ്ങളെല്ലാം അംഗീകരിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും എന്ന് ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരമാകുന്നോ അന്ന് മാത്രമേ വഖഫ് പട്ടികയിൽ നിന്നും ഈ ഭൂമി എന്ന് പൂർണ്ണമായും ഒഴിവാകുന്നോ അന്ന് മാത്രമേ സമരം അവസാനിപ്പിക്കാൻ കഴിയൂ എന്ന ഒരു നിലപാടിലേക്ക് സമരസമിതി മാറുകയായിരുന്നു ദേവിക. ശരി സുധീഷ്.